നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോക ജനസംഖ്യാ ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം പേരാമ്പ്രയിൽ മന്ത്രി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. PHCകളെ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി കുടുംബ ഡോക്ടർ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി. കന്നുകാലി കശാപ്പ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. രാജ്യവ്യാപക ഉത്തരവിനാണ് സ്റ്റേ. വിജ്ഞാപനം ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്രം. നടിയെ ആക്രമിച്ച സംഭവം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ സഹായിച്ചെന്ന് കോടിയേരി. താരസംഘടനയായ അമ്മയെ പിരിച്ചുവിടണമെന്ന് ചെന്നിത്തല. ദിലീപിന് ക്രിമിനൽ പശ്ചാത്തലമെന്ന് ലിബർട്ടി ബഷീർ. ചരക്ക് സേവന നികുതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടയടപ്പ് സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗവും വ്യാപാരി വ്യവസായി സമിതിയും സമരത്തിൽ നിന്നും വിട്ടുനിന്നു. സംസ്ഥാനത്ത് പ്രതിദിന ഇന്ധന വിലമാറ്റത്തിൽ പ്രതിഷേധിച്ച് പെട്രോൾ പമ്പുകളും അടച്ചിട്ടു. കോഴിക്കച്ചവടക്കാർ നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഇറച്ചിക്കോഴിക്ക് 87 രൂപ, ഇറച്ചിക്ക് സർവീസ് ചാർജ് ഈടാക്കും. വിശദമായ വാർത്തകളിലേക്ക്. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പേരാമ്പ്രയിൽ നടന്നു. ആരോഗ്യമന്ത്രി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. ലോക ജനസംഖ്യാ ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നടന്നു. ആരോഗ്യ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി മേഖല മെച്ചപ്പെടുത്താൻ ആർദ്രം പദ്ധതിയിലൂടെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയിട്ട് മാറ്റും. അങ്ങനെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള ആശുപത്രികളുടെ കൂട്ടത്തിൽ ചിലത് നിങ്ങളുടെ ഇടയിലുണ്ട്. കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ അടുത്ത വർഷം മുതൽ ആർദ്രം പദ്ധതിയിൽ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറുമെന്നും ഒരു താലൂക്കിൽ ഒരു ആശുപത്രി പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM റീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ സരള നായർ ദിനാചരണ സന്ദേശം നടത്തി. CP കാർത്തിയായനി, പേരാമ്പ്ര താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ A ആശാദേവി എന്നിവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ RL സരിത സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജില്ലാ മെഡിക്കൽ ഓഫീസർ R ആശാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. PHCകളെ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി കുടുംബ ഡോക്ടർ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ഒരു വർഷത്തിനുള്ളിൽ 170 കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പേരാമ്പ്രയിൽ നിർവഹിച്ചു പറഞ്ഞു. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ആദ്യത്തെ ഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറും. പറയാൻ തുടങ്ങിയ നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നല്ല സംവിധാനമാണ്. 3 ഡോക്ടർമാരുണ്ടാകും. എല്ലാവരും അവിടെ രജിസ്റ്റർ ചെയ്ത് ഒരു കുടുംബ ഡോക്ടർ സംവിധാനത്തിലേക്ക് വരും. പിന്നെ അവിടെ പോയാൽ മതിയാകും. വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് മാത്രമേ നമ്മൾ മേൽപ്പെട്ടുള്ള ആശുപത്രികളിലേക്ക് പോകേണ്ടതായിട്ട് വരുള്ളൂ. അതിപ്പോൾ തുടക്കം കൂടി ആഗസ്റ്റ് മാസത്തിൽ അതിൽ ഏകദേശം കാൽഭാഗത്തോളം പ്രവർത്തനം ആരംഭിക്കും. സെപ്റ്റംബറോടുകൂടി പകുതിയോളം 170 എണ്ണത്തിൽ പകുതിയിലേറെ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷം കൊണ്ട് 170 എണ്ണം കുടുംബാരോഗ്യ കേന്ദ്രമായി മാറും. പിന്നെ എല്ലാ പഞ്ചായത്തിലെ ഓരോ PHCകളും നമ്മളതിനെടുക്കും. അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും കേരളത്തിലെ PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി നല്ല ലബോറട്ടറി, നല്ല ഒബ്സർവേഷൻ റൂം, നല്ല ഇമ്മ്യൂണൈസേഷനുള്ള സൗകര്യം, NCD കൺട്രോളിനുള്ള നല്ല സൗകര്യം, യോഗ സെൻറ്റർ, ഇതെല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു കുടുംബാരോഗ്യ കേന്ദ്രമായി മാറും. അപ്പോൾ ഇവിടുത്തെ തിരക്ക് കുറയും. കുറേ കാര്യങ്ങൾ അവിടെ തന്നെ ഒതുങ്ങും. പ്രൈമറി കേന്ദ്രത്തിൽ അവിടെ നല്ല പരിഗണന കിട്ടുമെങ്കിൽ ആളുകൾ അവിടെ പോകും. പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽ 44 താലൂക്ക് ഹോസ്പിറ്റലിനെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളുടെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലൊക്കെ, കൊയിലാണ്ടി താലൂക്കിൽ ഒരു താലൂക്കിൽ ഓരോ ഹോസ്പിറ്റലിനെയാണ് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെടുക്കുക. അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലാണ്. സംസ്ഥാനത്തെ ആശുപത്രി മേഖല മെച്ചപ്പെടുത്താൻ ആർദ്രം പദ്ധതിയിലൂടെ തീരുമാനിച്ചിട്ടുണ്ട്. PHCകൾ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റും. അവിടെ 3 ഡോക്ടർമാരുടെ സേവനവും നഴ്സുമാരുടെ സേവനവും ലഭ്യമാകും.
ഈ പദ്ധതിയിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് കുടുംബ ഡോക്ടർ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പിന്നീട് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് മാത്രമാകും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ വർഷം സെപ്റ്റംബറിൽ പകുതിയോളം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടും. തുടർന്ന് ഈ വർഷം കൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ച 170 എണ്ണവും യാഥാർത്ഥ്യമാകും. സർക്കാരിന്റെ കാലാവധിക്ക് മുൻപ് ഓരോ പഞ്ചായത്തിൽ നിന്ന് 1 വീതമാക്കി ആരോഗ്യ കേന്ദ്രങ്ങൾ ഉയർത്തും. പരമാവധി സൗകര്യങ്ങൾ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തും. 44 താലൂക്ക് ആശുപത്രികൾ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു താലൂക്കിൽ നിന്ന് ഒരു ആശുപത്രി എന്ന നിലയിലാണ് ആർദ്രം പദ്ധതിയിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയെയും ഉൾപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കടത്തനാട്. കന്നുകാലി കശാപ്പ് നിരോധന ഉത്തരവിന് രാജ്യവ്യാപക സ്റ്റേ. സുപ്രീംകോടതിയാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. വിജ്ഞാപനം ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. എല്ലാവരുമായും കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും കേന്ദ്രം. മധുര ഹൈക്കോടതി ബെഞ്ചിന്റെ തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മനുഷ്യന്റെ ജീവനോപാധിയാണ് പ്രധാനമെന്നും ഇതിൽ അനിശ്ചിതത്വം ഉണ്ടാകരുതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അതേസമയം അവ്യക്തതകൾ ഒഴിവാക്കി ഓഗസ്റ്റ് മാസത്തിനകം പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. പൌരന്റെ പ്രാഥമിക അവകാശങ്ങളിലൊന്നാണ് ഭക്ഷണം കഴിക്കാനുള്ള അവകാശമെന്ന് വ്യക്തമാക്കിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് കാലികളെ കശാപ്പിന് വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കേന്ദ്ര ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രത്യേക പ്രമേയവും പാസാക്കിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശരിയായ പ്രതികരണമായിരുന്നുവെന്നും അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുമായിരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ദിലീപിനെ അറസ്റ്റ് ചെയ്ത നടപടി പോലീസിന്റെ കിരീടത്തിലെ പൊൻതൂവലാണെന്നും ആവശ്യമെങ്കിൽ മുകേഷ് MLA ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലീസിന് നൽകിയിട്ടുണ്ടെന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശരിയായിരുന്നു. അന്നങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുമായിരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ദിലീപിനെ അറസ്റ്റ് ചെയ്ത നടപടി പോലീസിന്റെ കിരീടത്തിലെ പൊൻതൂവലാണ്. എത്ര സമർത്ഥമായിട്ടാണ് എല്ലാ തെളിവുകളും ശേഖരിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആ സന്ദർഭത്തിലെടുത്ത നിലപാട് ശരിയായിരുന്നു. ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും പറയാൻ പാടില്ല. അതാണ് മുഖ്യമന്ത്രി കരുതലോട് കൂടിയിട്ടാണ് ആ സമയത്ത് പ്രതികരിച്ചത്. അതിൻ്റെ വിജയം കൂടിയാണ് ഇന്നിപ്പോൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആവശ്യമെങ്കിൽ നടനും MLAയുമായ മുകേഷിനെ ചോദ്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം സർക്കാർ പോലീസ് നൽകിയിട്ടുണ്ട്. ദിലീപിനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് സാധിച്ചെങ്കിൽ കേസുമായി ബന്ധമുള്ള മറ്റുള്ളവരെയും പോലീസിന് പിടികൂടുവാനും പ്രതി ചേർക്കുവാനും സാധിക്കും. ആരൊക്കെയാണോ ചോദ്യം ചെയ്യേണ്ടത് അതൊക്കെ തന്നെ കേരള പോലീസിന്റെ അന്വേഷണ സംഘം പരിശോധിച്ച് ചെയ്യും. ഇപ്പം ദിലീപിനെ ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും കേരള പോലീസ് ഇതുമായി വരുന്ന ആളുകളെ പരിശോധിക്കാനും ചോദ്യം ചെയ്യാനും കേരള പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനാ കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപ് കേരളത്തിനും മലയാള സിനിമാ ലോകത്തിനും അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. താരസംഘടനയായ അമ്മ പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷ നേതാവ് കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിലൂടെ ദിലീപ് കേരള സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് പുറത്തുവന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പോലൊരു നടൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കൃത്യമാണ്. ദിലീപിന്റെ അറസ്റ്റിൽ കേരള പോലീസിന് അഭിമാനിക്കാമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ദിലീപ് കേരള സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നത് അദ്ദേഹത്തെ പോലൊരു നടൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കൃത്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിലെ പ്രധാന ക്രെഡിറ്റ് സഹതടവുകാർക്കെന്നും അദ്ദേഹം പറഞ്ഞു. താരസംഘടനയായ അമ്മ ഉടനടി പിരിച്ചുവിടണം. ഈ സംഘടന കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ജനപ്രതിനിധികളായ ഇന്നസെന്റ്, മുകേഷ്, ഗണേഷ് എന്നിവർക്ക് തൽസ്ഥാനത്ത് തുടരാനുള്ള അർഹത നഷ്ടപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് മുകേഷിനെ ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഇത് ഉടനടി പിരിച്ചുവിടണം. ഒരു കാര്യം ഈ സംഘടന കൊണ്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ അന്വേഷണത്തിന് ആദ്യം വിധേയനാകേണ്ട വ്യക്തി മുകേഷും ഗണേഷുമാണ്, ഇന്നസെന്റുമാണ്. ഇവർ 3 പേരും ഈ കാര്യത്തിൽ അവർക്കുള്ള ഉത്തരവാദിത്തം ചെറുതല്ല. അവർ ജനപ്രതിനിധികൾ, മറ്റ് സിനിമാ നടന്മാരെ പോലെയല്ല, അവർ ജനപ്രതിനിധികൾ കൂടിയാണ്. 10 വർഷക്കാലം മുകേഷിന്റെ ഡ്രൈവറായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ക്രൂരകൃത്യത്തിന് കൊട്ടേഷൻ എടുത്തത്. കേസിൽ ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം വിമർശിച്ചു.
നടൻ ദിലീപിന് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി നേരത്തെ അറിയാമായിരുന്നുവെന്ന് നിർമ്മാതാവ് ലിബർട്ടി ബഷീർ പറഞ്ഞു. തലശ്ശേരിയിൽ കടത്തനാട് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തനിക്ക് ദൈവത്തിൽ നിന്നും കിട്ടിയ നീതിയാണ് ദിലീപിന്റെ അറസ്റ്റ്. മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ദിലീപിന് പങ്കുണ്ടെന്നറിയാമായിരുന്നു. എന്നാൽ എല്ലാവരും നിശബ്ദരായി. ദിലീപിനെതിരായ തെളിവുകൾ ദിലീപ് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തതെന്നും ദിലീപിന് പുറമെ കാവ്യ മാധവൻ, കാവ്യയുടെ മാതാവ് ശ്യാമള, ദിലീപിന്റെ സഹോദരൻ അനൂപ് എന്നിവരും കേസിൽ പ്രതികളാകുമെന്നും നാദിർ ഷാ ദിലീപിന് വേണ്ടി ബലിയാടാവുകയാണെന്നും ലിബർട്ടി ബഷീർ തുറന്നടിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പെൺഡ്രൈവിന് ഞാൻ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അന്ന് തുടക്കത്തിൽ 3-ാം ദിവസം ഇതിൽ പ്രതി ദിലീപാണോ പേര് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ഓൺലൈനിൽ കൊടുത്താന്ന് യാദൃശ്യമായിട്ട് ഓൺലൈനിൽ തന്നെ പഞ്ചിക്കുകയാണെങ്കിൽ ചെയ്തെങ്കിലും അത് പുറത്തു വന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥ ഓൺലൈനിൽ കൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയുകയും എനിക്കെതിരായിട്ട് തലശ്ശേരി വന്നിട്ട് പ്രസംഗിക്കുകയും ചെയ്തത്. ഞാൻ പറഞ്ഞ ഇവർക്ക് എനിക്ക് തുടക്കം മുതലേ അറിയാം ഇതിൻ്റെ പിന്നിൽ ദിലീപാന്നുള്ളത്. നേരത്തെ കാലത്ത് തന്നെ പൂർവ്വകാല ചരിത്രമുണ്ട്. ഇവൻ കൊടുത്ത കംപ്ലൈൻറ്റ് 2 മാസം കഴിഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. ആ കത്ത് എനിക്കെതിരെ കൊടുത്ത ദിലീപ് കൊടുത്ത കത്ത് എഴുതി. ആ കത്ത് വായിച്ചാൽ അറിയാം ജയിലിൽ നിന്ന് എഴുതുന്ന കത്തിൻ്റെ അതിൻ്റെ ഉള്ളടക്കം. ആ കത്ത് വായിക്കുന്ന മനസ്സിലാവും ഒരു കളങ്കയില്ലാത്ത കത്താണ്. ഒരു ജയിലിൽ കുടുങ്ങി കിടക്കുന്ന നിസ്സഹായാവസ്ഥയിൽ ഇരുന്ന ഒരു കത്താണത്. ആ കത്ത് വായിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കഴിവുള്ള വ്യക്തികളല്ലേ. ആ കത്ത് കൊണ്ടു കൊടുക്കുന്ന ദിലീപാണ്. അപ്പോൾ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് ദിലീപ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ്. പോലീസിന് അധികം അറിഞ്ഞില്ല. അതിനുശേഷമാണ് മുഖ്യമന്ത്രി മാറിയത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ തെളിവിലേക്ക് പോകാനുള്ള ഒരു സന്ദർഭം ഒരുക്കി കൊടുത്ത ദിലീപ് തന്നെയാണ്. ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. അത് അനുഭവിച്ചേ മതിയാവും. എന്നും കൊടുക്കാനുണ്ട്. ഇതിൽ കാവ്യ മാവാതനുണ്ട്, കാവ്യൻ്റെ അമ്മയുണ്ട്, ദിലീപിൻ്റെ അഞ്ചൻ ഉണ്ട്. ഇതെല്ലാം പ്രതികളായിട്ട് വരുന്ന നടക്കുന്നതാണ്. അല്ല ഇത് എല്ലാം അറിയുകയായിരുന്നു. നാദിർ ഷാ എന്ന വ്യക്തിയിൽ നിസ്സായനാണെന്ന് ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്. അവൻ ദിലീപിന് വേണ്ടി ബലിയാടാണ്. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ സ്റ്റാറുകൾ ഇനി ദിലീപിനെ സംരക്ഷിക്കുകയില്ലെന്നാണ് തന്റെ വിശ്വാസമെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു. മമ്മൂട്ടി എന്ന വ്യക്തി 10-35 വർഷമായിട്ടാണ് വന്നാൽ ഞാൻ മമ്മൂട്ടിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നിക്ക് ദിലീപിനെ പുറത്താക്കാനുള്ള നടപടിയായിട്ട് ഇന്നത്തെ എക്സിക്യൂട്ടീവ് തീരുമാനിക്കും, എല്ലാം മമ്മൂട്ടി രാജിവെക്കും. രണ്ടിലൊന്ന് ഇന്ന് വൈകുന്നേരത്തേക്ക് അറിയാം. 2 സംഭവിക്കും. ഒന്നും ദിലീപിനെ പുറത്താക്കും. ചരക്ക് സേവന നികുതി വ്യാപാരി വ്യവസായികളെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗവും വ്യാപാരി വ്യവസായി സമിതിയും സമരത്തിൽ നിന്നും വിട്ടുനിന്നു. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കണമെന്നാവശ്യപ്പെട്ടും വ്യാപാരദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കടയടപ്പ് സമരം നടത്തി. കഴിഞ്ഞ ദിവസം ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പരിഹാരമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടയടപ്പ് സമരം നടത്തിയത്. എന്നാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗവും വ്യാപാരി വ്യവസായി സമിതിയും പണിമുടക്കിൽ നിന്നും പിന്മാറിയിരുന്നു. ഹസൻകോയ വിഭാഗത്തിന്റെ കടകൾ എല്ലാം തന്നെ തുറന്നു പ്രവർത്തിച്ചു. കടയടപ്പ് സമരം ജനങ്ങളെ മായി ബാധിച്ചില്ലെന്ന് മാത്രമല്ല സമ്മിശ്ര പ്രതികരണമാണ് ഉളവാക്കിയത്. GST വടകര നിയോജക മണ്ഡലം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വടകര താലൂക്ക് സെയിൽസ് ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇന്ത്യ ഒട്ടാകെ ഒരേ നികുതി എന്ന ആശയത്തോട് വ്യാപാരി സമൂഹവും യോജിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായ മുന്നൊരുക്കമില്ലാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന GST വ്യാപാര മേഖലയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്കും വ്യാപാരികൾക്കും ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. ടാക്സ് കൊടുത്തു വാങ്ങിച്ച നിലവിലുള്ള സ്റ്റോക്കുകൾക്ക് കുറഞ്ഞതും കൂടിയതുമായ GST എങ്ങനെ കൈകാര്യം ചെയ്യണം തുടങ്ങിയ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് കടയടപ്പ് സമരം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര താലൂക്ക് സെയിൽസ് ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഏരത്ത് ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ M രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു നികുതി ആശയം നല്ല ആശയം സ്വാഗതം ചെയ്യുന്നു. ഒരു തർക്കവുമില്ല. നമുക്കെന്താ
നമുക്കൊന്നുമില്ല, ജനങ്ങളെല്ലാം ടാക്സ് വാങ്ങി തിരിച്ച് സർക്കാരിന് കൊടുക്കും. നമ്മൾ വെറുതെ എടുക്കുന്നൊരു പണിയാണ്. എന്നാലും സർക്കാരിന്റെ ഖജനാവെന്ന് പറയട്ടെ, നമ്മൾ പണ്ടേ തുടങ്ങിയൊരു പണിയാണ്, നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ പേരിലുള്ള പീഡനത്തിനെതിരെയാണ് ഞങ്ങൾ പറയുന്നത്. തോമസ് ഐസക് പറഞ്ഞല്ലോ, റേഷൻ പീടിയിലും മണ്ണെണ്ണയുണ്ട്, നമ്മുടെ പ്രസ്താവനയാണ്. അതെങ്ങനെയാ കൊടുക്കേണ്ടത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ കൊടുക്കാത്തത്? അയാൾക്കും തിരിച്ചിട്ട് ഇവരെങ്ങനെയാ കൊടുക്കേണ്ടതെന്ന്. റേഷൻ പീടിയിലുള്ള മണ്ണെണ്ണ റേഷൻ ഷാപ്പ് വഴി എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനമായിട്ടില്ല. എന്താ തീരുമാനമാവാത്തത്? അതല്ലേ ഞങ്ങളും പറയുന്നത്. ഞങ്ങൾക്കൊരു തീരുമാനം പറഞ്ഞ ആ തീരുമാനത്തിൽ ഞങ്ങളും പറയുന്നത്. അതിനാ ഞങ്ങൾ പറഞ്ഞത് ഒരു 3 മാസം സാവകാശ സമയം. എന്താ അയച്ചത്തിൽ ഒറ്റ കണക്കാ കൂട്ടിയിട്ടുള്ളൂ. എന്താ മുപ്പര് കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രി അങ്ങനെ തന്നെ പറയുക. നല്ലൊരു എക്കണോമിസ്റ്റാ അദ്ദേഹം. ആ കണക്കൂട്ടിയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത് കേരളത്തിന് ഇത് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് എങ്ങനെ വരുന്ന വരുമാനം നോക്കിയില്ല, അതിനുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അതൊന്നുമില്ല. ഞങ്ങൾ GST എതിരാണെന്ന് പറഞ്ഞോ? GST പിരിക്കില്ല എന്ന് പറഞ്ഞോ? GST അടക്കില്ല എന്ന് പറഞ്ഞോ? ആരാ പറഞ്ഞത്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 10-15 കാര്യങ്ങൾ പറഞ്ഞു. ഇത് പത്രത്തിൽ പരസ്യം അതിനെ വായിക്കപ്പെടുന്ന അത്ഭുതമാണ് തോന്നിയത്. മുമ്പ് തന്നെ ഹോട്ടലിൽ ചില്ലറ 1000 ദിവസം തോമസ് പറഞ്ഞത് ഹോട്ടലുകാര് ടാക്സ് കൂട്ടി വാങ്ങാൻ പാടില്ല. 2 തവണ ഇരുന്നു. 3-ാം തവണ പറഞ്ഞു ചില്ലറ കൂട്ടി മേടിക്കേണ്ടി വരും. കോറോത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ, ബാബു പറമ്പത്ത്, MK ജലീൽ, ലത്തീഫ് കുറ്റ്യാടി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ KP ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വടകര. ഇന്ധനവില ദിനംപ്രതി മാറുന്ന സംവിധാനത്തിൽ നഷ്ടം നേരിടുന്നുവെന്നും ഇത് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് പെട്രോളിയം ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി 24 മണിക്കൂർ പണിമുടക്ക് നടത്തി. പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ദൈനംദിന വിലമാറ്റത്തിന്റെ അപാകതകൾ പരിഹരിക്കുകയും വിലനിർണ്ണയത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നാവശ്യപ്പെട്ടാണ് പെട്രോളിയം ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ പണിമുടക്ക് നടത്തിയത്. കച്ചവടം കുറവുള്ളവർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുക, കാലഹരണപ്പെട്ട മാർക്കറ്റിംഗ് ഡിസിപ്ലിൻ ഗൈഡൻസ് നിയമം ഉപേക്ഷിക്കുക, ഡീലർമാരുടെ കമ്മീഷൻ തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് 24 മണിക്കൂർ സമരം നടത്തിയത്. പെട്രോൾ പമ്പ് സമരം ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കഴിഞ്ഞ 2 ദിവസമായി കമ്പനിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാതെയായിരുന്നു ചൊവ്വാഴ്ച പമ്പുകൾ അടച്ചിട്ട് സമരം നടത്തിയത്. കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാത്തതിനാൽ പല പെട്രോൾ പമ്പുകളിലെയും ഇന്ധനം കഴിഞ്ഞ ദിവസം തന്നെ തീർന്നിരുന്നു. ഇതുമൂലം പല വാഹനങ്ങളും ഇന്ധനം ഇല്ലാത്തതിനെ തുടർന്ന് പെരുവഴിയിലായി. സംസ്ഥാനത്ത് കോഴിക്കച്ചവടക്കാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. ഇറച്ചിക്കോഴി വില 87 രൂപയാക്കണമെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കച്ചവടക്കാർ നടത്തിവന്ന സമരം ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പിൻവലിക്കാൻ ധാരണയായത്. ധനമന്ത്രി തോമസ് ഐസക്കുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഇറച്ചിക്കോഴി കച്ചവടക്കാർ നടത്തിയ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഇറച്ചിക്കോഴിക്ക് 87 രൂപ നിരക്കിൽ വിൽപ്പന നടത്താമെന്ന് വ്യാപാരികൾ സമ്മതിച്ചു. ജീവനുള്ള ഇറച്ചിക്കോഴി 87 രൂപ നിരക്കിൽ കടകളിൽ നിന്ന് ലഭിക്കുമെന്ന് തോമസ് ഐസക് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇറച്ചി മുറിച്ചു നൽകുന്നതിന് സർവീസ് ചാർജ് കടക്കാർക്ക് ഈടാക്കാം. ഇനിയുള്ള വില നിലവാരം കെപ്കോയുടെ ഈടാക്കുന്ന വിലയനുസരിച്ച് നിശ്ചയിക്കും. അടുത്ത ദിവസം മുതൽ പുതിയ വിലയ്ക്ക് ഇറച്ചിക്കോഴികൾ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വില പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. നയനമനോഹരമായ കാഴ്ചയൊരുക്കി സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് പാനൂരിന്റെ കിഴക്കൻ മേഖലയായ വാഴമലയും നരിക്കോട്ട് മലയും. ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. നയനമനോഹരമായ കാഴ്ചകളാണ് പാനൂരിന്റെ കിഴക്കൻ പ്രദേശമായ വാഴമലയും നരിക്കോട്ടുമലയും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. താഴ്വാരത്തു നിന്നും കയറ്റം കയറി മുകളിലോട്ട് പോകുമ്പോൾ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരുപിടി കാഴ്ചകളാണ് സന്ദർശകർക്ക് ലഭിക്കുക. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽപ്പെടുന്ന ഈ പ്രദേശം ചരിത്രപരമായും ഏറെ പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തലശ്ശേരി കോട്ടയിൽ നിന്നും കാൽനടയായി മാനന്തവാടിയിലേക്ക് പഴശ്ശിരാജാവും സംഘവും സഞ്ചരിച്ച വഴി കൂടി ഇവിടെയുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരിക്കെ പഴശ്ശിപ്പാത സംരക്ഷിക്കാൻ ശ്രമം ആരംഭിച്ചിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായിരുന്നില്ല. പ്രകൃതി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഊട്ടിയോടും വയനാടിനോടുമെല്ലാം കിടപിടിക്കുന്ന പ്രദേശം കൂടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ഇവിടെ എത്തിയാൽ പച്ച പിടിച്ചു കിടക്കുന്ന ഏക്കർ കണക്കിന് വയലും വയലേലകളും ഒപ്പം മലനിരകളും വെള്ളച്ചാട്ടവുമെല്ലാം ദൃശ്യമാകും. മലയെ സംരക്ഷിക്കാനും ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമൊരുക്കാനും നടപടി വേണമെന്നാണ്
വാഴമലയെ സ്നേഹിക്കുന്നവർ ആവശ്യപ്പെടുന്നത്. വാഴമല നമ്മുടെ നാടിന് ദൈവം നൽകിയ വരദാനമാണ്. ഈ സുന്ദരഭൂമിയെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഉൾപ്പെടുത്തി സർക്കാർ വിദേശ ടൂറിസ്റ്റുകളെ അടക്കം ആകർഷിക്കുന്ന രീതിയിൽ ഈ മേഖലയെ മാറ്റാൻ സർക്കാർ മുൻകൈ എടുക്കണം. ഈ മേഖലയിലേക്കെത്താൻ, ഈ വാഴമലയിലേക്കെത്താൻ ഗതാഗത സൗകര്യങ്ങൾ ഇന്ന് സജീവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ സർക്കാർ മുൻകൈ എടുത്ത് ഇത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കണം. വാഴമലയിലേക്കുള്ള ഭാഗം മെക്കാഡിംഗ് ധാര നടന്നതിനാൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇപ്പോൾ തന്നെ വർധനവുണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്തെ ഒരു ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിച്ചാൽ വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കും. വടകര നഗരസഭാ കൌൺസിൽ യോഗം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു. യോഗത്തിൽ കൌൺസിലർമാർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, മാധ്യമപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കൌൺസിൽ ചർച്ചയിൽ പഴകിയ ഭക്ഷണം സൂക്ഷിച്ചതിന് പൂട്ടിച്ച ഹോട്ടലിന്റെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇവര് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയർമാന്റെ അടുത്ത് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞത് ഇവിടുന്ന് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ആരോഗ്യവകുപ്പിന്റെ അംഗീകാരം വാങ്ങി നിങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു സ്ഥാപനം എന്തെങ്കിലും ഒരു കുറ്റം ആരോപിച്ച് കൂട്ടി വടകര ക്ലിയറാക്കി കളയാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. കച്ചവട സ്ഥാപനങ്ങൾ നന്നായി നടക്കണം, നല്ല കച്ചവടവും നടക്കണം. അതാണ് വടകരയുടെ ആവശ്യം. അതേ സമയത്ത് ജനങ്ങൾക്ക് നല്ല ഭക്ഷണവും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സാധനങ്ങളും ലഭിക്കണം. ആ ഒരു നിലപാടെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. അതിനാവശ്യമായ ചർച്ചയൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. ആ ചർച്ച ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായാലും നടത്തേണ്ടി വരും. ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് വരുമ്പോൾ കച്ചവടക്കാരന്റെ നിലപാടുണ്ടാവും. നമ്മുടെ കച്ചവടക്കാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ജനങ്ങളുടെയും പ്രവൃത്തി എന്ന നിലക്ക് ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള മാനേജ്മെന്റ് താല്പര്യമാണ് നമ്മൾ കാണിക്കേണ്ടത്. അതാ താല്പര്യം ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതിന് വളരെ ഉദാരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് പിടിച്ച ദിവസം കൂട്ടാൻ നോട്ടീസ് കൊടുത്തിട്ടില്ല. പിന്നീടാണ് നോട്ടീസ് കൊടുക്കുന്നത്. 24 മണിക്കൂർ ഉള്ളിൽ അടക്കുകയും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അത് എഴുതി തരുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവിടുന്ന് കൊടുത്ത നോട്ടീസ്. അവരതിൻ്റെ സ്ഥാനത്ത് തന്നെ അന്ന് വൈകുന്നേരത്തെ ആകുമ്പോൾ തന്നെ ഇവിടെ സെക്രട്ടറിക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന്റെ അങ്ങനെ ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സെക്രട്ടറി, ഉദ്യോഗസ്ഥന്മാരും ചെയർമാനും ബാധ്യസ്ഥരാണ്. അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുഴപ്പമില്ലാതെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ, ഉദ്യോഗസ്ഥന്മാരുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രൂപത്തിൽ നിയമപ്രകാരം തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രശ്നമാണ്. അവിടെ ഇപ്പം പ്രധാനമായും ശ്രദ്ധയപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഭക്ഷണത്തിൽ വന്നിട്ടുള്ള പഴക്കം. ഈ റിഫ്രിജറേറ്റർ കാലപ്പഴക്കമുള്ള ഇറച്ചി മറ്റു സാധനങ്ങളും വെച്ച് അതിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഭക്ഷണം, ഒരു ഇറച്ചി ബാക്ടീരിയ എഫക്ട് ചെയ്താണെങ്കിൽ അത് വെച്ച് ബാക്കിയെല്ലാം ഫ്രഷ് ആണെങ്കിൽ പോലും വളരെ വേഗത്തിൽ ഈ ബാക്ടീരിയ ഈ സാധനങ്ങളിലൊക്കെ എഫക്ട് ചെയ്യും. അടച്ചു വെക്കുന്ന വെട്ടിക്കെടുത്താണെങ്കിൽ അപ്പോൾ ഒരു സാധനം കേടുവന്നതായാൽ മതി. ആ കേടുവന്ന ഒരു സാധനം അതിനകത്ത് വെച്ചാൽ തന്നെ ബാക്കി മുഴുവൻ സാധനവും മണിക്കൂർ വെച്ച് കേടുവന്നതായി മാറിപ്പോകും. കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചാണെങ്കിൽ പോലും ഇതിന്റെ ബാക്ടീരിയ എഫക്ട് വന്നിട്ടുണ്ടാവും. അതാണ് അതിന്റെ ഒരു പ്രശ്നം. KMCC കുരിക്കിലാട് യൂണിറ്റ് ഓഫീസ് സാമൂഹ്യദ്രോഹികൾ കരിയോയിലൊഴിച്ച് വികൃതമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. KMCCയുടെ കുരിക്കലാട് യൂണിറ്റ് ഓഫീസാണ് കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ കരിയോലൊഴിച്ച് വികൃതമാക്കിയത്. ഞായറാഴ്ച രാത്രിയാണ് സംഭവമെന്ന് കരുതുന്നു. കെട്ടിടത്തിന്റെ 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്കുള്ള ഗ്രിൽസ് അടച്ചിരുന്നതിനാൽ കരിയോയിൽ സഞ്ചിയിലാക്കി എറിയുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. ജാതിമത ഭേദമന്യേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓഫീസിനു നേരെയായിരുന്നു ആക്രമണം. മുൻകാരണങ്ങൾ ഒന്നുമില്ലാതെ കരിയോയിൽ പ്രയോഗം നടത്തിയതിൽ KMCC കുരിക്കലാട് ശാഖ സീനിയർ രക്ഷാധികാരി ഇബ്രാഹിം ഹാജി ബലയമ്പത്ത് പ്രതിഷേധിച്ചു. KMCC കുരിക്കലാട് യൂണിറ്റ് ഓഫീസ് കരിയോയിലൊഴിച്ച് വികൃതമാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ചോറോട് പഞ്ചായത്ത് പാലിയേറ്റ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ആരോ ഒരുപാട് കരിയോയിലുകൾ റോഡിന്റെ മുകളിൽ നിന്ന് എറിഞ്ഞതാ. ഇടയ്ക്ക് അവിടെ പോയിട്ട് ഒഴിച്ചതൊന്നുമല്ല. എന്നുവെച്ചാൽ എറിഞ്ഞിട്ട് ആ KMCC ഓഫീസിനെ ഒരുപാട് എന്താ പറയുക വളരെ മോശമായ രീതിയിൽ വൃത്തികേടാക്കി. അപ്പോൾ ഈ KMCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിക്കലാട് KMCC പ്രവർത്തിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ജീവകാരുണ്യം, ജീവനുള്ളവരെ സഹായിക്കുക, ജീവനുള്ളവർക്ക് ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുക എന്ന ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ KMCC ഓഫീസ് ഈ ഗ്രാമത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത
ഒരു പരസ്പരം നല്ല ഐക്യത്തോടു കൂടി തന്നെ കഴിയുന്ന ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ഓഫീസ് തുടങ്ങുവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന സംഗതി മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു ഓഫീസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കരിവേലൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഒരു നേട്ടം ആർക്കുമില്ല. ആരാന്നുള്ളതിൽ ഒരു ഇതുമില്ല. നമ്മൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സംഗതി പരസ്പര ഐക്യത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും എല്ലാവരും നല്ല ഐക്യത്തോടു കൂടി തന്നെ കഴിയുന്ന ഒരു സ്ഥലമാണ് കുരിക്കലാട്. ഇന്ന് വരെയായിട്ട് എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ ഇവിടെ ഒരു കുരിക്കലാട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇനി ഉണ്ടാവാനും പാടില്ല. ഇതൊന്നും നമുക്ക് ഒരു വിഷയമല്ല, നമുക്കൊരു പ്രശ്നമല്ല ഇങ്ങനെ ചെയ്തത്. പക്ഷെങ്കിൽ ഇത് നമ്മൾ ഈ KMCC സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം, അത് ഒരൊറ്റ ആ ലക്ഷ്യത്തിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയുക ഒരു സംഘടനയാണ് KMCC. ന്യൂസ് ബ്യൂറോ, വടകര. പേരാമ്പ്രയിൽ ഭർത്താവ് മരിച്ച ചടങ്ങുകൾക്ക് ശേഷം സ്വന്തം വീട്ടിലെത്തിയപ്പോൾ വീട്ടുസാധനങ്ങൾ ബന്ധുക്കൾ കടത്തിയതായി യുവതിയുടെ പരാതി. സംഭവത്തെ തുടർന്ന് പേരാമ്പ്ര പോലീസിൽ പരാതി നൽകി. ഭർത്താവ് മരിച്ച് 16 കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ വീട്ടുസാധനങ്ങൾ ബന്ധുക്കൾ കൊണ്ടുപോയതായി പരാതി. പേരാമ്പ്ര ലാസ്റ്റ് കല്ലോട് പയ്യൂർ കണ്ടിമീത്തൽ സതീഷാണ് ജൂൺ 24-ന് അസുഖം മൂലം മരണമടഞ്ഞത്. മൃതദേഹം സതീഷിൻ്റെ തറവാട് വീടായ കോട്ടൂരിലാണ് സംസ്കരിച്ചത്. 16 കഴിഞ്ഞ് പേരാമ്പ്രയിൽ ലാസ്റ്റ് കല്ലോടുള്ള വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിൽ, TV, ഫ്രിഡ്ജ്, ഡ്രസ്സുകൾ, അലമാര, കുട്ടികളുടെ പുസ്തകങ്ങൾ തുടങ്ങി മുഴുവൻ സാധനങ്ങളും ബന്ധുക്കൾ കൊണ്ടുപോയതായി അറിഞ്ഞതെന്ന് ഭാര്യ ബിബിത പറയുന്നു. സുഖമില്ലാണ്ടായിട്ട് കൊണ്ടുപോയതാണ് ആസ്പത്രിയിൽ. കോഴിക്കോട് നോക്കുന്നതിനും തലക്ക് ട്യൂമറായാൻ മരിച്ച് ഞങ്ങളെ ഓരോ തറവാട് കൂട്ടൂല. അവിടെ പോയി 16 കഴിഞ്ഞ് വേറെ വന്ന് നോക്കുന്നതിന് ഇവിടെ ഒരു സാധനം ഉണ്ട്. മക്കൾ യൂണിഫോമിലെ പുസ്തകമല്ല ഒരു സാധനം ഇല്ലാണ്ട് കാണില്ല. അടുത്തുള്ള ഒരു കരുവാനും പെങ്ങളെ ഭർത്താവ് അനിയനും വന്നെടുത്തുകൊണ്ട് പോകാനല്ല ഞങ്ങളൊരു വീട്ടിൽ അന്ന് പറയുകയും കൂടി ചെയ്തിരിക്കില്ല. മക്കൾക്ക് സ്കൂളിൽ പോകാൻ 16 ദിവസമായി സ്കൂളിൽ പോകാത്ത. എന്തൊക്കെ സാധനം കൊണ്ടത്? ഇവിടെയുള്ള ഒരുവിധം ഫർണിച്ചർ സാധനം, ഫ്രിഡ്ജ്, TV, ബുക്കുകൾ, ഫയലുകൾ, അളമാരി. അതിൻ്റെ അകത്ത് പരമ്പര മക്കളെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പൈസ അതെല്ലാം അളമാരി കെട്ടിയെടുത്ത് പോയി. ഒന്നുമില്ല. ഇവിടെ കിടക്കാൻ ഞങ്ങൾക്ക് ഇടാൻ ഡ്രസ്സ് പോലും. തുടർന്ന് പേരാമ്പ്ര പോലീസിൽ പരാതി നൽകി. ബിബിതയുടെ ഭർത്താവിൻ്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലത്താണ് 43-കാരനായ സതീഷ് വീട് നിർമ്മിച്ചതെന്ന് നാട്ടുകാരും വീട്ടുകാരും പറയുന്നു. മരണമടഞ്ഞ സതീശൻ ഏറെക്കാലമായി വിദേശത്തുമായിരുന്നു. 8ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് ബിബിതയ്ക്ക് ഉള്ളത്. ഭർത്താവ് നിർമ്മിച്ച വീട്ടിൽ താമസിക്കണമെന്നും നഷ്ടപ്പെട്ട വീട്ടുപകരണങ്ങൾ തിരികെ ലഭിക്കണമെന്നുമാണ് അനാഥയായ ഈ കുടുംബത്തിൻ്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. വർഷകാലം പകുതിയായിട്ടും വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞൊഴുകിയില്ല. മലയോര മേഖലയിലെ മഴക്കുറവ് കാരണമാണ് വിഷ്ണുമംഗലം പുഴയ്ക്ക് കുറുകെയുള്ള ബണ്ട് നിറഞ്ഞു കവിയാത്തത്. വർഷകാലം പകുതിയായിട്ടും വിഷ്ണുമംഗലം ബണ്ട് ഇതുവരെ നിറഞ്ഞൊഴുകിയില്ല. മലയോര മേഖലയിലെ മഴക്കുറവാണ് ഇതിന് കാരണം. പുറമേരി, വടകര തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കുന്നത് വിഷ്ണുമംഗലം പുഴയിൽ നിന്നുമാണ്. കഴിഞ്ഞ വേനലിൽ വറ്റിവരണ്ട പുഴയിലെ ബണ്ടിനോട് ചേർന്ന് അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് പുഴയെ സംരക്ഷിക്കണമെന്ന് ജനങ്ങൾ ആവശ്യമുന്നയിച്ചിരുന്നു. കാലവർഷം തുടങ്ങിയതോടെ പ്രവൃത്തി നടക്കാത്തതിനാൽ വെള്ളം നിറയുവാനുള്ള സ്ഥലം കുറയുകയും ചെയ്തു. എന്നിട്ടുകൂടി ബണ്ട് നിറഞ്ഞൊഴുകിയില്ല. ഇത് വരും കാലത്തെ വരൾച്ചയെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കല്ലാച്ചി. കണ്ണൂർ ജില്ലയിലെ ആധാരം രജിസ്ട്രേഷൻ നിലച്ചിട്ട് 10 ദിവസമായെന്നും ഓൺലൈൻ പോക്കുവരവ് നടത്താൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടത് ആവശ്യമായ മുന്നൊരുക്കമില്ലാതെയാണെന്നും ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PS സുരേഷ് കുമാർ പറഞ്ഞു. ജില്ലയിലെ 132 വില്ലേജുകളിൽ 116 വില്ലേജുകളിലും ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഓൺലൈൻ പോക്കുവരവ് നടത്താൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ഭൂമി രജിസ്ട്രേഷൻ സ്തംഭിച്ചിട്ട് 10 ദിവസം പിന്നിട്ടു. ഒരു വില്ലേജ് ഓഫീസുകളിലും ഇത് നടപ്പിലാക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നില്ല. മാസങ്ങൾ വേണ്ടിവരുന്ന ഡാറ്റ എൻട്രി വർക്കുകൾ എല്ലാ വില്ലേജുകളിലും തുടങ്ങുന്നതേയുള്ളൂ. ഓരോ വില്ലേജുകളിലും റീസർവേ പൂർത്തിയാക്കുന്നതോടുകൂടി സെറ്റിൽമെന്റ് രജിസ്റ്ററും തണ്ട് പേപ്പർ രജിസ്റ്ററും പൂർത്തിയാക്കി ആരംഭിക്കേണ്ട പദ്ധതി
അടിസ്ഥാനപരമായ റെക്കോർഡുകൾ ഒന്നുമില്ലാതെ തുടക്കത്തിൽ നടപ്പിലാക്കിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ജില്ലയിൽ 10 ദിവസത്തോളമായി ആധാരം രജിസ്ട്രേഷൻ നിലച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമാണ് ഇതിലൂടെ സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ദിവസങ്ങളായി ആധാരം മുടങ്ങുന്നതിനാൽ ജനങ്ങളും ബുദ്ധിമുട്ടുകയാണെന്നും ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PS സുരേഷ് കുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഇരിട്ടിയിൽ ഹൈവിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഒരു സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി വില്ലേജുകളിൽ യാതൊരു മുന്നൊരുക്കവും നടത്തിയിരുന്നില്ല. ആവശ്യമായ രീതിയിൽ തണ്ടപ്പേർ രജിസ്റ്ററോ സെറ്റിൽമെന്റ് രജിസ്റ്ററോ മറ്റൊന്നും തന്നെ BT രജിസ്റ്ററോ ഒന്നും തന്നെ വില്ലേജ് ഓഫീസിൽ നിലയിലില്ലാത്ത സ്ഥിതിയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് യാതൊരു റെക്കോർഡുകളും ഇല്ലാതെയാണ് വില്ലേജ് അധികൃതർ ഇത്തരമൊരു സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസുകളിൽ നിന്നും യാതൊരു സർട്ടിഫിക്കറ്റും കൊടുക്കാൻ ഇതുവരെ സാധിച്ചില്ല. 10 ദിവസം പിന്നിട്ടെങ്കിലും യാതൊരു സർട്ടിഫിക്കറ്റും വില്ലേജ് അധികൃതർ കൊടുക്കാനോ രജിസ്ട്രേഷൻ നടപടി സർവീസ് ഓഫീസിൽ ആരംഭിക്കാനോ സാധിച്ചിട്ടില്ല. പനി ബാധിച്ചു വിറയ്ക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ പരാജയപ്പെട്ട കേരള സർക്കാരിനെതിരെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നാദാപുരം ആശുപത്രി പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. പനി ബാധിച്ചു പിറക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ പരാജയപ്പെട്ട കേരള സർക്കാരിനെതിരെയും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുമാണ് നാദാപുരം ആശുപത്രി പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തിയത്. നാദാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ മുൻ DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ മരിച്ചവരുടെ അംഗസംഖ്യ സർക്കാരിന്റെ കണക്ക് പ്രകാരം 315 എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു 2 ആഴ്ച മുമ്പ് മെട്രോ ട്രെയിനിന്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ വന്ന് നിർവഹിക്കുകയുണ്ടായി. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM രഘുനാഥ് അധ്യക്ഷനായി. വാണിയൂർ അന്ത്രു, CV കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് A സജീവ്, PK ദാമു മാസ്റ്റർ, KP കൃഷ്ണൻ, മൊയ്തു, KTK അശോകൻ, കോടിക്കണ്ടി മൊയ്തു, കുന്നത്ത് അഹമ്മദ്, VV റിനീഷ്, VK ബാലാമണി, MP ജയേഷ്, ഉമേഷ് പെരുവങ്കര തുടങ്ങിയവർ സംസാരിച്ചു. ധർണയ്ക്ക് KM അഷ്റഫ്, ബീന അണിയാരിമ്മൽ, KP ശശിരാജ്, E മുരളീധരൻ, കുഞ്ഞാലിക്കാവുങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കല്ലാച്ചി. ഇൻഫാം പെരുവണ്ണാമൊഴി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ധർണ നടത്തി. ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക, റെയിൽവേലി യാഥാർത്ഥ്യമാക്കുക, സോളാർ ഫെൻസിലിംഗ് കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരുവണ്ണാമൊഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. ഇൻഫാം പെരുവണ്ണാമൊഴി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് കൂരാച്ചുണ്ട് ഫെറോന പള്ളി വികാരി റവ ഫാദർ കുര്യാക്കോസ് ഐക്കുമ്പിളിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ നാടിനെ സമ്പൽ സമൃദ്ധമാക്കിയ ഈ ജനതയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. ഒരു ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ്, അത് കാലാകാലങ്ങളിൽ ഒന്ന് റിപ്പയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ കർഷക ജനതയുടെ സപ്പോർട്ടും കിട്ടും. വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഗവൺമെന്റിന്റെ പോളിസി മാറ്റുക എന്ന് പറയുന്നതൊന്നും ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലെങ്കിലും ഈ കൊച്ചു കൊച്ചു ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് ഇവർക്ക് താങ്ങും തണലുമായി കൂടെ എന്നാണ് എന്റെ ചോദ്യം. വിഫാം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കുമ്പളാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റവ ഫാദർ ജോസ് മണ്ണഞ്ചേരിൽ, ഫാദർ തോമസ് തേവടിയിൽ, സണ്ണി പാരഡൈസ്, മത്തായി കുലന്നൽ, CC ഗോപാലൻ നായർ, മാത്യു മലയാരക്കൽ, രാജൻ വർക്കി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു. ബിജു ചെറുവത്തൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷാജു കോലത്ത് വീട്ടിൽ നന്ദിയും പറഞ്ഞു. ബിജു ചെറുവത്തൂർ, ജോർജ് കുമ്പളാനി, രാജൻ വർക്കി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. വടകര സേവിന്റെ നേതൃത്വത്തിൽ കുറ്റ്യാടി ചുരത്തിൽ മഴയാത്ര സംഘടിപ്പിച്ചു. 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മഴയാത്ര വനം മന്ത്രി K രാജു ഉദ്ഘാടനം ചെയ്തു. വടകര വിദ്യാഭ്യാസ ജില്ല ഗ്രീൻ കമ്മ്യൂണിറ്റിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പരിസ്ഥിതി സംരക്ഷണ വിദ്യാഭ്യാസ പദ്ധതിയായ സേവിന്റെ മഴയാത്ര കുറ്റ്യാടി ചുരത്തിൽ നടന്നു. വയനാട് കോഴിക്കോട് ജില്ല അതിർത്തി ഗ്രാമമായ വാളാന്തോട്ടിൽ വെച്ച് വനം മന്ത്രി K രാജു മഴയാത്ര ഉദ്ഘാടനം ചെയ്തു. വളരെ ആവേശത്തോടു കൂടിയാണ് ഇവിടെയുള്ള വിദ്യാർത്ഥി സമൂഹവും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രകൃതിയോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം വർദ്ധിപ്പിക്കുക,
എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായിട്ടുള്ള പരിപാടി തന്നെയാണ്. ഇതിലൂടെ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിനാകെ പ്രകൃതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം ഇവയെ സംബന്ധിച്ചുള്ള ഒരവബോധം, ഒരു ചർച്ചയ്ക്കുള്ള അവസരം, അതിൻ്റെ ഒരു പങ്കാളിത്തം അത് തീർച്ചയായിട്ടും ഈ പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു പരിപാടി തന്നെയാണ്. വടകര വിദ്യാഭ്യാസ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ മഴയും വെയിലും കോടയും ഉൾപ്പെടെ പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ ആസ്വദിച്ച് ആട്ടവും പാട്ടുമായാണ് ചുരമിറങ്ങിയത്. വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിലെയും നരിപ്പറ്റ RNM ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികൾ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലുമായി മഴയാത്രയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. നാദാപുരം MLA EK വിജയൻ, പ്രൊഫസർ ശോഭീന്ദ്രൻ, അന്നമ്മ ജോർജ്, DDE EK സുരേഷ് കുമാർ, DO സദാനന്ദൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, പരിസ്ഥിതി പ്രവർത്തകർ മഴയാത്രയിൽ പങ്കാളികളായി. നരിപ്പറ്റ RNM ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ നാടൻ പാട്ടും മഴയാത്രയ്ക്ക് ആവേശം പകർന്നു. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. നരിപ്പറ്റ കൈവേലിയിൽ രേയരച്ചാങ്കണ്ടി അന്ത്രുവിന്റെ വീട്ടുപടിക്കൽ മകന്റെ ഭാര്യ റസീന അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഭർത്തൃവീട്ടിൽ നിന്നും ഇറക്കിവിട്ട റസീനയ്ക്കും കുട്ടികൾക്കും പിന്തുണയുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും നാട്ടുകാരും ഒപ്പമുണ്ട്. കൈവേലിയിലെ രേയരച്ചാങ്കണ്ടി അന്ത്രുവിന്റെ വീടിനു മുൻവശത്താണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അന്ത്രുവിന്റെ മകന്റെ ഭാര്യ റസീന അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. തനിക്ക് നേരെ ഭർത്താവിന്റെ പിതാവിന്റെ ഭാഗത്തു നിന്നും നിരന്തരം അക്രമങ്ങൾ ഉണ്ടായിരുന്നതായി റസീന പറഞ്ഞു. ഭർത്താവിന്റെ ഉപ്പ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെ ചോദ്യം ചെയ്ത് അപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാൻ ഇവർ തീരുമാനിച്ചതും ഒരു ദിവസം അർദ്ധരാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് രാത്രി ഉപ്പ ഇവിടുന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞ് റസീനയ്ക്ക് വേണ്ടി വാദിച്ച മകൻ റൌഫിനെയും അന്ത്രു ഇറക്കി വിട്ടതായി നാട്ടുകാർ പറഞ്ഞു. റൌഫ് ഇപ്പോൾ ഗൾഫിലാണ്. റസീനയ്ക്കും മക്കൾക്കും നീതി ലഭിക്കും വരെ വീട്ടിനു മുൻപിൽ സമരം തുടരുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഈ റസീനെ കുട്ടികളെയും വീട്ടിൽ നിന്ന് അന്ത്രു അടിച്ചിറക്കിയതിനെതിരായിട്ടാണ് ഈ സമരം. ഈ പ്രദേശത്തുള്ള മഹല്ല് കമ്മിറ്റിയും അതുപോലെ രാഷ്ട്രീയ പാർട്ടിയും ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും അന്ത്രുവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തിയതാണ്. അന്ത്രുവിൻ്റെ മകൻ്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയതുകൊണ്ടാണ് അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയുള്ളത്. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് എല്ലാ രൂപത്തിലുള്ള ഇടപെടലും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്ന് നടത്തിയിട്ടുണ്ട്. വേറെ ഒരു ഡിമാൻഡൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 2 കുട്ടികൾക്കും ഈ മകൻ്റെ ഭാര്യക്കും അവർക്ക് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഞങ്ങൾ ഈ പ്രശ്നം ആദ്യം തന്നെ സമരത്തിലേക്ക് വരികയല്ല ചെയ്തത്. ഞങ്ങൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു സ്ത്രീകളെല്ലാം ഒരു യോഗം നടത്തി. പിന്നീട് ഞങ്ങൾ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ ഇത് പറഞ്ഞു. ആരെങ്കിലും ഇടപെടാൻ പറ്റുന്ന ആളുകളുണ്ട് ഇടപെട്ട് പരിഹരിക്കാൻ. ഒരു രീതിയിലും പരിഹരിക്കാനും ഇടപെടുന്ന ആളുകളൊക്കെ പരിഹസിക്കുന്ന ഒരു സ്വഭാവമാണ് അന്ത്രിൻ്റെ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു അന്യായം നമ്മളെ നാട്ടിൽ നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ സമരം ആരംഭിച്ചിട്ടുള്ളത്. എത്ര ദിവസം ഈ സമരം നീണ്ടു നിന്നാലും ഈ സമരം വിജയിച്ചല്ലാതെ ഈ സമരത്തിൽ എന്താണോ ഡിമാൻഡ് ഞങ്ങളെ ഈ റൌഫിനും അതുപോലെ റസീനക്കും കുട്ടികൾക്കും താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ അതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. പാനൂർ പൂക്കോത്ത് ചെറാങ്കോട് കുടുംബസംഗമം നടന്നു. പാനൂരിനടുത്ത പൂക്കോത്തെ പുരാതന തറവാടുകളിലൊന്നായ ചെറാങ്കോട്ട് കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നു. അണുകുടുംബം വ്യാപകമായ വർത്തമാനകാലത്ത് കൂട്ടുകുടുംബത്തിലെ ഒത്തൊരുമയും അതിന്റെ നേട്ടങ്ങളും പുതുതലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബസംഗമം ഒരുക്കിയത്. സ്വദേശത്തും വിദേശത്തും താമസക്കാരായ 300-ലധികം പേർ കുടുംബസംഗമത്തിൽ പങ്കാളികളായി. പാട്ടുപാടിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും സംഗമദിനം അംഗങ്ങൾ വേറിട്ടതാക്കി.
ആർ അബൂബക്കർ മുസ്ലിയാർ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. എത്രയോ ആൾക്കാർ ചറാങ്കൊട്ട് ഉൾപ്പെടുത്തിട്ട് പയ്യമ്പ വെള്ളം ഏകദേശം അവരെല്ലാം കുടുംബത്തിൽപ്പെട്ടവരാണ്. പൂക്കോം മഹലിൽ മിക്കവാറും ആൾക്കാർ അതിലണങ്ങാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല യോജിപ്പോടുകൂടെ നമ്മളെ മക്കൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ മക്കൾക്ക് തിരിഞ്ഞിക്കില്ല നമ്മളെ ബന്ധം. ഈ ബന്ധം സ്ഥാപിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ യോജിപ്പിൽ അള്ളാഹു മരണം വരെ അള്ളാഹു യോജിപ്പിക്കട്ടെ. സന്തോഷം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ കാര്യത്തിലും അള്ളാഹു സലാമത്തും തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏരോത്ത് കരീം അധ്യക്ഷനായി. കുടുംബാംഗങ്ങളെ പരസ്പരം പരിചയപ്പെടുത്താൻ തയ്യാറാക്കിയ കുടുംബ ഡയറക്ടറി പ്രകാശനം CH ഉസ്മാൻ നിർവഹിച്ചു. മഹമ്മൂദ് ഏറ്റുവാങ്ങി. CH നവാസ്, YM അബ്ദുള്ള ഹാജി, YM ഇസ്മയിൽ ഹാജി, സലാം ഉസ്താദ്, CK അബൂബക്കർ, CH ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉന്നത വിജയം നേടിയ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഹാപ്പി ഫാമിലി എന്ന വിഷയത്തിൽ റയീസ് ടോക്ലി പ്രഭാഷണം നടത്തി. കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക ജനസംഖ്യാ ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം പേരാമ്പ്രയിൽ മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. PHCകളെ കുടുംബ ആരോഗ്യ കേന്ദ്രമാക്കി കുടുംബ ഡോക്ടർ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി. കന്നുകാലി കശാപ്പ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. രാജ്യവ്യാപക ഉത്തരവിനാണ് സ്റ്റേ. വിജ്ഞാപനം ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്രം. നടിയെ ആക്രമിച്ച സംഭവം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ സഹായിച്ചെന്ന് കോടിയേരി. താരസംഘടനയായ അമ്മയെ പിരിച്ചുവിടണമെന്ന് ചെന്നിത്തല. ദിലീപിന് ക്രിമിനൽ പശ്ചാത്തലമെന്ന് ലിബർട്ടി ബഷീർ. ചരക്ക് സേവന നികുതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടയടപ്പ് സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻ കോയ വിഭാഗവും വ്യാപാരി വ്യവസായി സമിതിയും സമരത്തിൽ നിന്നും വിട്ടുനിന്നു. സംസ്ഥാനത്ത് പ്രതിദിന ഇന്ധന വിലമാറ്റത്തിൽ പ്രതിഷേധിച്ച് പെട്രോൾ പമ്പുകളും അടച്ചിട്ടു. കോഴിക്കച്ചവടക്കാർ നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഇറച്ചിക്കോഴിക്ക് 87 രൂപ, ഇറച്ചിക്ക് സർവീസ് ചാർജ് ഈടാക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.